പൊതുപ്രവർത്തകൻ AK സാദിഖ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം സർ. ഇതിപ്പോൾ ഈ വിലവർധന എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 4ാമത്തെ തവണ തന്നെയാണ്. അത് ഈ ഒരു മാസത്തിനിടയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഇനിയും വില വർദ്ധിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ആളുകളെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? തീർച്ചയായിട്ടും. അതായത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇപ്പോൾ സ്വർണത്തിന്റെ വില വർദ്ധിപ്പിച്ചാൽ അത് എല്ലാ വിഭാഗങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തെയും ഒക്കെ ബാധിക്കും എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. മറിച്ച് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ ലോകത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചാൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളം തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വന്തമായി ഒന്നും ഉൽപ്പാദിപ്പിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് അത് അനുഭവിക്കുക എന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്താ, ഈ പശ്ചിമേഷ്യൻ യുദ്ധമാണ് ഇതിന്റെ കാരണം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും. അത് വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്നിപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 86ാമത്തെ ദിവസമാണ്. യുദ്ധം തുടങ്ങി 66 ദിവസം വരെ ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചില്ല. കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും അവിടെ കിടന്നു. അത് മെയ് 5-ാം തീയതി 4-ാം തീയതി വോട്ടെണ്ണി, 5-ാം തീയതി കഴിഞ്ഞു. കൃത്യം 10 ദിവസം കൂടി കഴിഞ്ഞു. മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചു. 15-ാം തീയതി ആദ്യത്തെ വർധനവ് 3 രൂപ. നേരത്തെ കൃത്യമായി ഓരോ തവണ കൂട്ടിയതും നില പറയുകയുണ്ടായി. 3 രൂപ ആദ്യം പെട്രോളിനും ഡീസലിനും. അതിന് അവിടെ സോഷ്യലിസം ഉണ്ട്. പെട്രോൾ വലുതോ ഡീസൽ വലുതോ എന്നൊന്നുമില്ല, രണ്ടുപേർക്കും തുല്യമായി 3 രൂപ. 4 ദിവസം കഴിഞ്ഞ് 19-ാം തീയതി 90 പൈസ. ഒരു 10 പൈസയും കൂടെ കൂട്ടിയാൽ രൂപയെന്നാവുമ്പോഴത്തേക്ക് എതിർപ്പ് കൂടുമെന്നുള്ളത് കൊണ്ട് ബുദ്ധിപരമായിരിക്കും. വീണ്ടും 4 ദിവസം കഴിഞ്ഞപ്പോൾ പെട്രോളിന് 87 പൈസ, ഡീസലിന് 91 പൈസ. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്രോളിന് 2.61, ഡീസലിന് 2.71. അതായത് ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ റൗണ്ട് ചെയ്താൽ 8 രൂപയോളവും, 7 രൂപ 38 പൈസ തൊട്ട് 7 രൂപ 62 പൈസ വരെ റൗണ്ട് ചെയ്താൽ 8 രൂപ 1 ലിറ്റർ പെട്രോളിനും ഡീസലിനുമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോ ഈ ക്രൂഡ് ഓയിലിന്റെ വില 100-110 ഡോളർ കിടന്നിരുന്നിടത്തുനിന്ന് ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനമായി അറിയുന്നത് ഡോളറിന്റെ ക്രൂഡ് ഓയിലിന്റെ വില 98.83 ഡോളറായി ഇടിഞ്ഞു എന്നാണ്. അപ്പോ ഡോളറിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞ ദിവസമാണ് ഇവിടെ 2 രൂപ 61 പൈസയും 2 രൂപ 71 പൈസയും വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇതിനോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നേരത്തെ അന്യസംസ്ഥാന ഒരു ഡ്രൈവർ പറഞ്ഞ വിഷ്ണുവിനോട് പറഞ്ഞതുപോലെ ഈ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകള്, ലോറികള്, അതേപോലെയുള്ളവർക്കൊക്കെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ അതിലെ പ്രോഡക്റ്റിനെല്ലാം വില വർദ്ധിക്കും. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. CNGയിലേക്ക് മാറാമെന്ന് വെച്ചാൽ അതിനും വില കൂട്ടി. ഇനി ഇലക്ട്രിക്കിലേക്ക് മാറാമെന്ന് വെച്ചാൽ ഇലക്ട്രിക് വണ്ടികളുടെ ടാക്സ് 5 കൊല്ലത്തേക്ക് ഇളവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് പിൻവലിച്ചു. കറണ്ടിന് വലിയ വർധനവ്. അപ്പൊ ഒരു രീതിയിലും വാഹനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ജനങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പൊതുഗതാഗതം വളരെ സുഗമമായി നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ഇനി മറ്റൊന്ന് നോക്കൂ, ഈ ഡോളറിന് പണ്ട് മൻമോഹൻ സിംഗിന്റെ ഭരണം തീരുന്ന സമയത്ത് ഏതാണ്ട് 50 രൂപയായിരുന്നു ഒരു ഡോളറിന്റെ വിലയെങ്കിൽ ഇപ്പോൾ അത് 96 രൂപ 90 പൈസ വരെയായി, ഇരട്ടിച്ചു. അപ്പോ നമ്മൾ ഈ ഡോളറിലേക്ക് പണം കൊടുക്കണമെന്ന് പറയുമ്പോൾ വൻ തോതിലുള്ള ഇന്ത്യൻ രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ വർദ്ധിപ്പിക്കുന്നതിന് ന്യായീകരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥത്തിൽ ന്യായീകരണം ഉണ്ട്. പക്ഷേ ഇതെല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുമ്പോൾ നമ്മുടെ സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ലേ? ഈ സമൂഹത്തോടൊരു ബാധ്യതയില്ലേ? ഒന്നുകിൽ പൊതുഗതാഗതം സൗജന്യമാക്കി കൊടുക്കുകയോ വളരെ പൊതുഗതാഗതം സാർവത്രികമാക്കി കൊടുക്കുകയോ ചെയ്യണം. അതുപോലെ ഈ ചരക്കുകൾ ഒക്കെ കൊണ്ടുവരുന്നതിന്റെ ടാക്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇളവ് ചെയ്ത് കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ
രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായത്, അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. ഇത് പെട്ടെന്നൊരു പെട്രോളിന്റെയോ ഡീസലിന്റെയോ വില വർദ്ധിക്കുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല. ഇവിടെ ഈ അഹിംസയ്ക്കും അക്രമത്തിനുമൊക്കെ എതിരായി ഗാന്ധി, ഒരു രാഷ്ട്രപിതാവ്, നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനുമായിട്ട് യുദ്ധം വന്നപ്പോൾ രണ്ട് ചേരിയായി നിന്ന് നമ്മളുടെ ജനങ്ങൾ യുദ്ധം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായി. തെരഞ്ഞെടുപ്പ് കിടന്നത് കൊണ്ട് 66 ദിവസം വരെ ഈ ആസ്വദിക്കാൻ നമുക്ക് സന്തോഷമായിരുന്നു. കാരണം 5 പൈസ പെട്രോളിനും ഡീസലിനും കൂടിയില്ല. ദിവസം വെച്ച് അങ്ങോട്ട് കൂടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്ന കാര്യം എന്താ നമ്മളെ ബാധിക്കുന്നു. അതുകൊണ്ട് ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു വലിയ ഒരു സന്ദേശം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ആ രണ്ട് രാജ്യങ്ങളാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അനുഭവിക്കുന്നത് നമ്മളല്ലേ. ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ്. സ്വർണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ ആ രാജ്യത്തുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവരിവിടെ വരുന്നു. ഇതൊരു വലിയ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കോവിഡിനേക്കാൾ വലിയ ഒരു വിപത്തായി വരികയാണ്. അവിടെ എൻ്റെ ഒരു വിശ്വാസം, സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ആ വരുമാനം അല്ലെങ്കിൽ ആ ടാക്സ് ജനങ്ങൾക്ക് പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത പാരമ്പര്യമുണ്ട്. അതുണ്ടാകും. അതെങ്കിലും ഉണ്ടായാൽ അല്പമെങ്കിലും ആശ്വാസമാണ്. എന്തായാലും പെട്രോളും ഡീസലും ഒഴിവാക്കി അത് എന്താ പറയുക, ആഡംബര വസ്തുവല്ല, അനിവാര്യ വസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഇനി നമ്മളുടെ പ്രാർത്ഥന, ഇനിയെങ്കിലും ഈ വർധനം ഇവിടം കൊണ്ട് തീരണമേ. അല്ലെങ്കിൽ ഈ യുദ്ധം, യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത എന്താ? സമാധാന ചർച്ച ഇനിയും വൈകും. ഒരേ സമയം നാളെ തീരും, മറ്റന്നാൾ തീരും യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആശ്വസിക്കുന്നു. പക്ഷേ യുദ്ധം തീരുന്നില്ല. യുദ്ധം തീരാത്തിടത്തോളം ഇത് ഇപ്പോ എത്രയാ, 15-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയുള്ള 10 ദിവസം കൊണ്ടാണ് 8 രൂപ. അപ്പൊ ഇതിലും നല്ലത് എല്ലാ ദിവസവും ഇത് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാകുന്നതിലും നല്ലത് ഓരോ ദിവസവും 50 പൈസ വീതം വർദ്ധിക്കും എന്നൊരു ഒറ്റ ഉത്തരവിറക്കിയാൽ എന്തെളുപ്പമായിരിക്കും. അങ്ങനെയുള്ള കുരുട്ടു ബുദ്ധിയോ അതൊന്നും ഈ ഭരണാധികാരികൾക്ക് തോന്നാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി എതിരാണ്. പക്ഷേ ആരെയാണ് എതിർക്കേണ്ടത്? ഇപ്പൊ ഇറാന് പറയാം ഞങ്ങളല്ല കുഴപ്പക്കാര്, അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് പറയാം ഞങ്ങളല്ല, ഇസ്രായേലാണ് തുടങ്ങി വെച്ചത്. അപ്പോ ആ രാജ്യങ്ങൾക്ക് പരസ്പരം ഈ യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തോളയിൽ കൊണ്ടുവെക്കാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ടോ? ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞ് ഒരു സംഭവം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം പോലും പേരിലുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആഗോള വിപത്താണ്, കോവിഡിനേക്കാൾ വലിയ വിപത്താണ്, കേരളത്തിന്റെ സർവനാശമാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾക്ക് ഇതിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് ആവശ്യപ്പെടാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യണം. എണ്ണ കമ്പനികളെ ഇങ്ങനെ കയറുവിരി വിട്ട് $120 കിടന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പോൾ $98 കുറഞ്ഞിട്ടും ഇത് ഒരവസരമായി, വീണ് കിട്ടിയ അവസരമാക്കി ഈ എണ്ണ കമ്പനികളെ കയറുവിരി വിടുന്നത് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണം. കമ്പനി റേറ്റ് കൂട്ടിയാൽ ടാക്സ് കുറച്ച് ജനങ്ങളെ സഹായിക്കണമെന്നാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നമ്മൾക്ക് പറയുവാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ കെ സാദിഖ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.